എല്ലാവർക്കും നമസ്കാരം. ദി ആർട്ട് ഓഫ് നിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. ഇന്ന് അർദ്ധനാരീശ്വരൻ്റെ പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ സ്കെച്ചിങ് കാണിച്ചിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണണം. കാണാത്തവർക്ക് വേണ്ടി ആ വീഡിയോയുടെ ലിങ്ക് മുകളിലെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ തീർച്ചയായും കാണണം. ശിവന്റെയും പാർവതിയുടെയും കഥകളിൽ ശിവരാത്രിയെക്കുറിച്ചുള്ള കഥയാണ് ഇന്ന് പറയുന്നത്. ഒരിക്കൽ ദുർവാസാവ് മഹർഷി ദേവലോകത്തെത്തി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ദിവ്യമായ മാലയുണ്ടായിരുന്നു. അതിൽ നിന്നും വരുന്ന സുഗന്ധം ദേവലോകം മുഴുവൻ വ്യാപിച്ചു. അത്രയ്ക്ക് സുഗന്ധമായിരുന്നു ആ മാലയ്ക്ക്. ആ സമയത്ത് ദേവന്മാരുടെ അകമ്പടിയോടെ ദേവേന്ദ്രൻ ഐരാവതത്തിൻ്റെ പുറത്തേറി അവിടെ എത്തി. ദുർവാസാവ് മഹർഷി തൻ്റെ കയ്യിലുള്ള മാല ദേവേന്ദ്രന് സമ്മാനമായി നൽകി. ദേവേന്ദ്രന് വലിയ സന്തോഷമായി. അദ്ദേഹം ആ മാല ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ അണിയിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ മാലയിൽ നിന്ന് വരുന്ന സുഗന്ധം കാരണം വണ്ടുകളും തേനീച്ചകളും വരാൻ തുടങ്ങി. വണ്ടുകളുടെ ശല്യം കൂടിയപ്പോൾ ഐരാവതത്തിന് ദേഷ്യം വന്നു. ഐരാവതം തുമ്പിക്കൈ കൊണ്ട് മാല എടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ആ മാലയുടെ മഹത്വം ഐരാവതത്തിന് അറിയില്ലല്ലോ. ഇത് കണ്ട ദേവേന്ദ്രൻ ഞെട്ടിത്തരിച്ചു. ദുർവാസാവ് മഹർഷിക്ക് മൂക്കിന്റെ തുമ്പത്താണ് ദേഷ്യം. നിലത്ത് വീണു കിടക്കുന്ന മാല കണ്ട ദുർവാസാവ് മഹർഷിക്ക് അടങ്ങാത്ത ദേഷ്യം വന്നു. ഈ പ്രവൃത്തി എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ദേവലോകത്തെ സർവ്വ ഐശ്വര്യവും ഇതോടെ ക്ഷയിച്ചു പോകട്ടെ എന്ന് ശപിക്കുന്നു. ഈ ശാപവാക്കുകൾ കേട്ടതും ദേവലോകത്തിന്റെ ഐശ്വര്യം ക്ഷയിച്ചു തുടങ്ങി. ദേവന്മാർക്ക് ജരാനരകൾ ബാധിച്ചു. തക്കം പാർത്തിരുന്ന അസുരന്മാർക്ക് ദേവലോകത്തിന്റെ അവസ്ഥ കണ്ട് അതിയായ സന്തോഷമുണ്ടായി. അസുരന്മാർ ദേവലോകം ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. ഇതിനൊരു പരിഹാരം കാണാൻ ദേവന്മാർ അഗ്നിദേവനെയും കൂട്ടി ബ്രഹ്മലോകത്തെത്തി. ബ്രഹ്മാവ് പറഞ്ഞതനുസരിച്ച് എല്ലാവരും ചേർന്ന് വൈകുണ്ഠത്തിലേക്ക് പോയി വിഷ്ണു ഭഗവാനെ ശരണം പ്രാപിച്ചു. വിഷ്ണു ഭഗവാൻ അസുരന്മാരുമായി സന്ധി ചെയ്യാൻ ദേവന്മാരോട് ആവശ്യപ്പെട്ടു. എന്നിട്ട് അസുരന്മാരെയും കൂട്ടി പാലാഴി കടഞ്ഞ് അമൃതെടുക്കാൻ ആവശ്യപ്പെട്ടു. ആ അമൃത് പാനം ചെയ്താൽ ജരാനരകൾ മാറി മരണമില്ലാത്തവരായി തീരുമെന്നും ഐശ്വര്യം വീണ്ടെടുക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ദേവന്മാർ അസുരന്മാരോട് സന്ധി ചെയ്തു. മന്ദര പർവ്വതത്തെ കടകോലാക്കി വാസുകിയെ കയറാക്കി ഒരു വശത്ത് ദേവന്മാരും മറുവശത്ത് അസുരന്മാരുമായി നിന്ന് പാലാഴി കടയാൻ ആരംഭിച്ചു. എന്ത് കാര്യം ചെയ്യുമ്പോഴും തടസ്സങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണല്ലോ. അതുപോലെ പാലാഴി കടയുമ്പോഴും തടസ്സങ്ങൾ ഉണ്ടായി. ആദ്യമുണ്ടായ തടസ്സം മന്ദരപർവ്വതം താഴേക്ക് ഇരിക്കാൻ തുടങ്ങി എന്നതാണ്. എത്ര ശ്രമിച്ചിട്ടും പർവ്വതത്തെ മുകളിലേക്ക് കൊണ്ടുവരാൻ ദേവന്മാർക്കും അസുരന്മാർക്കും കഴിഞ്ഞില്ല. അപ്പോൾ മഹാവിഷ്ണു കൂർമാവതാരമെടുത്ത് മന്ദരപർവ്വതത്തെ താങ്ങി നിർത്തി. പാലാഴി കടയുമ്പോൾ മന്ദരപർവ്വതം താഴ്ന്നു പോവാതിരിക്കാനായി തൻ്റെ പുറം കൊണ്ട് അത് താങ്ങി നിർത്തി.
പാലാഴിമദനം തുടർന്നുകൊണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വാസുകി ക്ഷീണിച്ച അവശനായി. അതിൻ്റെ ഫലമാകട്ടെ വളരെ വലുതായിരുന്നു. വാസുകിയുടെ വായിൽ നിന്നും കൊടും വിഷമായിട്ടുള്ള കാളകൂടം പുറത്തു ചാടി. 14 ലോകം മുഴുവൻ നശിപ്പിക്കാൻ പ്രാപ്തിയുള്ള വീര്യം കൂടിയ വിഷമായിരുന്നു കാളകൂട വിഷം. ആ വിഷത്തിൻ്റെ മണം ശ്വസിച്ച് ലോകമാകെ മയങ്ങിപ്പോയി. അതിൻ്റെ ശക്തിയിൽ ലോകമാകെ ദഹിച്ചു പോകുമെന്ന സ്ഥിതിയായി. അസുരന്മാർ ജീവനും കൊണ്ട് ഓടിപ്പോയി. ദേവന്മാർ ഭയന്നു വിറച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ എല്ലാവരും പകച്ചുപോയി. അവസാനം എല്ലാവരും ചേർന്ന് ശിവഭഗവാനിൽ അഭയം പ്രാപിച്ചു. കാളകൂട വിഷം നശിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ഭഗവാനും അറിയാം. എന്നാലും ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മഹേശ്വരൻ തൻ്റെ തൃക്കൈയിൽ വിഷം ഏറ്റുവാങ്ങി. അത് തൻ്റെ വായ്ക്കകത്തേക്ക് ഒഴിച്ചു. ലോകനന്മയ്ക്കായി ആ വിഷം സ്വയം ഏറ്റുവാങ്ങി. അദ്ദേഹത്തിൻ്റെ ത്യാഗപൂർണമായ ഈ പ്രവൃത്തി കണ്ട് എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നു. ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ടു നിന്ന പാർവതീദേവി മഹാദേവന് ദോഷം സംഭവിച്ചാലോ എന്ന് വിചാരിച്ച് വിഷം ഉള്ളിലേക്ക് ഇറങ്ങാതിരിക്കാൻ ഭഗവാന്റെ കണ്ടത്തിൽ അമർത്തിപ്പിടിച്ചു. പാർവതീദേവി കഴുത്തിൽ പിടിച്ചതിനാൽ വിഷമിറക്കാൻ മഹാദേവന് കഴിഞ്ഞില്ല. അത് വായിൽ നിന്നും പുറത്തേക്ക് വരാൻ തുടങ്ങി. ഇത് കണ്ട മഹാവിഷ്ണു ഓടി വന്ന് ശിവന്റെ വായ പൊത്തിപ്പിടിച്ചു. കാരണം ഒരു തുള്ളി പോലും താഴെ വീണാൽ ലോകം തന്നെ ഇല്ലാണ്ടായിത്തീരുന്ന അത്ര ശക്തി ആ വിഷത്തിനുണ്ടായിരുന്നു. അങ്ങനെ അകത്തേക്കോ പുറത്തേക്കോ പോകാൻ പറ്റാതെ ആ വിഷം കണ്ടത്തിൽ തന്നെ ഉറച്ചുപോയി. അങ്ങനെ ഭഗവാന്റെ കണ്ടത്തിൽ നീല നിറം വ്യാപിച്ചു. അങ്ങനെയാണ് ഭഗവാന് നീലകണ്ഠൻ എന്ന പേര് വന്നത്. ആ വിഷത്തിൻ്റെ ആവി തട്ടിയതുകൊണ്ടാണ് മഹാവിഷ്ണുവിന് നീല നിറം ഉണ്ടായതത്രേ. പാർവതീദേവി കാളിയുമായി മാറി. പാർവതീദേവിയും മറ്റു ദേവന്മാരും മഹാദേവന് ചുറ്റും ഉറങ്ങാതെ കാവലിരുന്നു. ഭഗവാന്റെ ജീവന് ഒന്നും സംഭവിക്കാതിരിക്കാനായി ഓം നമഃശിവായ മന്ത്രം ജപിച്ച് ലോകം മുഴുവൻ കാവലിരുന്ന ആ ദിവസമാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത്. പാലാഴി പിന്നെയും കടയാൻ ആരംഭിച്ചു. പല ദിവ്യവസ്തുക്കളും അതിൽ നിന്നും ഉയർന്നു വന്നു. ഏറ്റവും ഒടുവിൽ അമൃത് ലഭിച്ചു. അത് പാനം ചെയ്ത് ദേവന്മാർ ജരാനരകളിൽ നിന്നും മുക്തി നേടി. അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ ഐശ്വര്യം തിരിച്ചു കിട്ടി. അങ്ങനെ ലോക നന്മയ്ക്കായി ശ്രീ പരമേശ്വരൻ കാളകൂടത്തെ പാനം ചെയ്ത ആ ദിവസമാണ് നമ്മൾ ശിവരാത്രിയായി ആഘോഷിക്കുന്നത്. സകല പാപങ്ങളും തീർക്കുന്നതാണ് ശിവരാത്രി വ്രതം. ശ്രീ പരമേശ്വരന്റെ പ്രീതിക്ക് ഏറ്റവും നല്ല ദിവസവും ഇതുതന്നെയാണ്. ഈ പാലാഴി മദനം നമ്മളും നടത്തണം. അത് ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിലാണ്. ഇവിടെ നമ്മുടെ മനസ്സാണ് പാലാഴി. ദേവന്മാരാകുന്ന സദ്ഗുണങ്ങളും അസുരന്മാരാകുന്ന ദുർഗുണങ്ങളും ഉള്ള നമ്മുടെ മനസ്സിനെ തെളിഞ്ഞ ഭക്തിയാകുന്ന മന്ദരപർവ്വതം കൊണ്ട് കടയണം. കടഞ്ഞ് കടഞ്ഞ് അജ്ഞാനവും ദുഷ്ചിന്തകളും നിറഞ്ഞ കാളകൂട വിഷം നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് പുറത്തു വരും. ആ സമയം അതിനെ നമ്മൾ ദൈവത്തിന് സമർപ്പിക്കണം. ദൈവം അത് തന്നിലേക്ക് സ്വീകരിച്ച് അമൃതാകുന്ന ജ്ഞാനം അഥവാ മോക്ഷം നൽകി നമ്മളെ അനുഗ്രഹിക്കും. ലോക നന്മയ്ക്കായി സ്വജീവൻ പോലും ത്യജിക്കാനൊരുങ്ങിയ ത്യാഗമൂർത്തിയായ ശ്രീ പരമേശ്വരൻ നമ്മുടെ അകത്തും പുറത്തുമുള്ള തിന്മകളെ ഇല്ലാതാക്കി നമ്മളെ അനുഗ്രഹിക്കട്ടെ.
ഇത് ഒരു മ്യൂറൽ പെയിൻറ്റിംഗ് ആയതിനാൽ അക്രിലിക് പെയിൻറ്റിൽ ലൈറ്റ് ടോൺ വരേണ്ട ഭാഗങ്ങളിൽ പെയിൻറ്റിൽ വെള്ളം ചേർത്ത് നേർപ്പിച്ചും ഡാർക്ക് ടോൺ വരേണ്ട ഭാഗങ്ങളിൽ അല്പം വെള്ളം ചേർത്തുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പെയിൻറ്റിങ്ങിന് വേണ്ടി ഉപയോഗിച്ച നിറങ്ങൾ അതാത് സമയത്ത് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഹ്യൂമൻ ഫിഗർ കളർ ചെയ്യുമ്പോൾ സാധാരണയായി പോർട്രേറ്റ് പിങ്ക് ലൈറ്റ് ടോൺ ആയി അടിച്ച് ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഭാഗങ്ങളിൽ പോർട്രേറ്റ് പിങ്കിൻ്റെ കൂടെ അല്പം കാഡ്മിയം റെഡ് ചേർത്താണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ശിവൻ്റെ കളർ നീലയായതിനാൽ ആദ്യം ലൈറ്റ് ബ്ലൂ പെർമനൻ്റ് അടിച്ച ശേഷം സെറുലിയൻ ബ്ലൂ കൊണ്ട് ഷെയ്ഡ് പോർഷൻ ചെയ്തിരിക്കുന്നു. ആഭരണങ്ങൾക്ക് പെർമനൻ്റ് യെല്ലോ മീഡിയം അടിച്ച ശേഷം കാഡ്മിയം റെഡ് കൊണ്ട് ഷെയ്ഡ് ഇട്ടിരിക്കുന്നു. ഞാൻ സാധാരണയായി ജൈനയുടെ ബ്രഷുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അത് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സാധാരണ ബ്രഷ് ഉപയോഗിച്ചാലും മതി. ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ 000 00 ആയിട്ടുള്ള ബ്രഷ് കൊണ്ട് വരയ്ക്കാൻ ശ്രമിക്കുക. ലോങ് ഹെയർ ബ്രഷാണ് അതിന് ഏറ്റവും നല്ലത്. ലോങ് ഹെയർ ബ്രഷാണെങ്കിൽ എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ ഔട്ട്ലൈൻ വരയ്ക്കാൻ നമുക്ക് പറ്റും. കൂടാതെ ലോങ് ഹെയർ ബ്രഷിൽ കളർ കുറച്ച് കൂടുതൽ തങ്ങി നിൽക്കും. അതിനാൽ ലൈനിൻ്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടില്ല. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം. താങ്ക് യു.